നീ ഇതുകൂടെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. പിടിച്ചു എന്നതാണ് നല്ല ഒന്നാന്തരം ചന്ദ്രക്കാരൻ മാമ്പഴ പുളിശ്ശേരി. മാങ്ങകളിൽ കേമനാണല്ലോ ചന്ദ്രക്കാരൻ, അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചന്ദ്രക്കാരൻ വെച്ചൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം ഏതാണ് ഈ ചന്ദ്രക്കാരൻ മാങ്ങാന്ന്. എന്നാ ദേ പിടിച്ചോ, ഇതാണ് ആ പ്രശസ്തൻ. ഇതിങ്ങനെ മാവിൽ കൊലകൊലയായിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. കുഞ്ഞു മാങ്ങയായിരിക്കും. ഈയൽ വന്നതുകൊണ്ട് വലിയ ലൈറ്റ് കെടുത്തിയത് അങ്ങോട്ടുള്ള ഇട്ടിട്ടുണ്ട്, വർക്കേരിയയിൽ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് രക്ഷയില്ല. ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക. അതായത് മാമ്പഴപ്പുളിശ്ശേരി ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ട് 3-4 പഴുത്തതുള്ളൂ. നേരത്തെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി 4-5 എടുത്ത് പഴുത്ത് വന്നോളൂ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നതാ. അവിടെ ഈ കാറ്റത്ത് മാവേന്ന് കുറച്ച് വീണെന്ന് പറഞ്ഞു. അപ്പൊ ചെമ്പ്രം കൊണ്ടതും പഴുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ലത് നോക്കി പിറക്കി തിരിഞ്ഞെടുത്ത് ഇച്ചിരിച്ച് ഉണ്ടാക്കണത്. അത് നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ പിന്നെ അത് കൊള്ളൂല. ഇത് നല്ല ശരിക്കും പഴുത്തത് നോക്കിയൊരു 4-5 അതിന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാമ്പഴക്കറി ഉണ്ടാക്കുക കേട്ടോ. ഇനി അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഇതിലേക്ക് ഗ്യാസിന്റെ മുകളിൽ തന്നെ ലൈറ്റ് അതിലേക്ക് വീഴും. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് സൂം ചെയ്തോ, അതിന്റെ ഒന്ന് പടം ഒന്ന് കാണിക്കാം. സൂം ചെയ്തേച്ച് വേഗം ഞാൻ അടക്കൂട്ടോ. അതെ, ഓ ഇതിന് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കാട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വേവിക്കണമെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അത് വേവിക്കാനുള്ള വെള്ളം അതിൽ ഒഴിച്ചു. വർത്താനം പറഞ്ഞു നിന്ന് തുറന്നു വെച്ചോണ്ടിരുന്ന അതിലേക്ക് നോൺ വെജ് ആയി പോകുന്നതാണ് കറി. അത് ശരിയാല്ലേ? അത് ശരിയാണ്. മഞ്ഞൾപ്പൊടി ഇനി ഒന്നങ്ങ് ചുറ്റിച്ചേക്കാം. ചുറ്റിച്ചു കഴിഞ്ഞാ പിന്നെ ഓക്കെ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇനി ഇതിൽ കൂടുതലൊന്നും സാധിക്കില്ല. സമയം 7 മണിയായി. കാലത്തെ മുതലുള്ള പരിപാടികളാണ്. ഒന്ന് ഇളക്കി വിടട്ടെ കേട്ടോ. ഞാൻ ഇതിലേക്ക് വേണ്ടിയേ ഇനി ഇത് പതുക്കെ അവിടെ ഇരുന്ന് വേവും. ഇതിലേക്ക് വേണ്ടി ഞാൻ തേങ്ങ, ജീരകം, ഇച്ചിരി വെളുത്തുള്ളി, എരിവും മുളക് പൊടി, ഇത്രയും സാധനം ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം അരയ്ക്കണ മിക്സിയുടെ പ്ലഗിലാണ് ഫാൻ പ്ലഗ് കുത്തണതാ. അപ്പൊ അത് ഇവിടെ നിൽക്കുമ്പോ കറണ്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ അരച്ച് വെച്ചതാ. അപ്പൊ ഇവിടെ നിന്ന് ഇത് വേവിക്കുമ്പോ ഫാൻ ഓൺ ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല. ഞാൻ അതിന്റെ കാരണം പറഞ്ഞു. വർക്ക് ഏരിയയിലെല്ലാം അടച്ച് ഭദ്രാക്കി വെച്ചേക്കും അപ്പടി പൊടി. അപ്പൊ അവിടുത്തെ ജനലുകളെങ്കിലും തുറന്നിട്ടാ, ഇവിടെ നിന്ന് ജനൽ തുറന്നിട്ടാ കാറ്റൊന്നും വരാനില്ല. തുറന്നിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഇത് കിട്ടിയേനെ. പക്ഷെ അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അരച്ച് വെച്ച് ഫാനിന്റെ ഫുള്ളിലിട്ടേക്കുക. അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ ഇത് വേവായി കഴിയുമ്പോ അരപ്പ് ചേർത്തൊന്ന് വേവിക്കണം. എന്നിട്ട് മോരൊഴിക്കുക. അത് എല്ലാവർക്കും അറിയാം. വീഡിയോയിൽ ഇഷ്ടംപോലെ പ്രാവശ്യം മാമ്പഴക്കറി കാണിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടുള്ളതല്ലേ, അപ്പൊ ഇതൊന്ന് കാണിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എനർജിയൊക്കെ മുഴുവൻ സ്റ്റോർ ചെയ്തൊക്കെ തീർന്നു. മണി 7 ആയി. കുളിച്ചേച്ച് മുടി ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടേക്കും. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ മുടി തുറന്നിറങ്ങാം ഫുള്ളുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. നീ ഇതുകൂടെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇയലിനെ പേടിച്ച് ഞങ്ങൾ ലൈറ്റ് ഇടാതിരിക്കുക കേട്ടോ. സൈഡിലേക്കുള്ള ലൈറ്റ് ഇട്ടേച്ചപ്പോൾ അതേ മാങ്ങയുടെ ഒരുവിധം വേവായി. ഇനി തേങ്ങ അരച്ച് അരപ്പും കൂടെ ഇട്ടൊന്ന് അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോൾ മോര് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് മോര് ഒഴിച്ചെടുക്കാം. അരപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഒരു കേമന. എനിക്കിഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ മാമ്പഴ പുളിശ്ശേരി? ഇഷ്ടമില്ലാത്തവരെ കുറവ് മാത്രമേ കണ്ടിട്ടുള്ളൂ. വളരെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഒഴിക്കാന്നല്ലാണ്ട് എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും. പിന്നെ കഴിക്കുമെന്ന് മാത്രം. അമ്മ അങ്ങനെ അങ്ങനെ ഒന്നുമില്ലാത്തപ്പോൾ കഴിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും അങ്ങനെ എടുത്തില്ല. പറയാം. അരപ്പ് വേവണം. തൈര് ഉടച്ചു വെച്ചേക്കണേ. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം. അപ്പം അരപ്പയിലേക്ക് ചേർന്നോളൂല്ലോ. അതിന് വേണ്ടിയാ മൂടി വയ്ക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തൈരുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി തരുമോ ലസ്സി ഉണ്ടാക്കാനാ? തൈരില്ല, ഒട്ടുമില്ല. അയ്യോ, തൈര് ഉറ ഒഴിച്ച് വെച്ചത് ഇന്നലെ കറി വെച്ചു, ഇന്ന് കറി വെച്ചു. ഇനി ഉറ മാത്രമേ ഉള്ളൂ. ഇന്ന് ലസ്സിക്കില്ല. ഇന്ന് സ്മൂത്തി കഴിക്കുക. നാളത്തേക്ക് വേണമെങ്കിൽ ശരിയാക്കി തരാം. നിവൃത്തിയില്ലാതെ ലൈറ്റ് ഇട്ടെങ്കിലും വേറെ അടച്ചില്ലെങ്കിൽ നോൺ വെജ് കറി ആവുന്നതിനാൽ പിടിച്ചു. എന്നതാ തുറക്കാൻ പറ്റില്ലല്ലോ. പ്രേക്ഷകരെ കാണിക്കാനായിട്ട് ഒന്ന് ലൈറ്റ് ഇട്ടു, അപ്പോഴത്തേക്കും വന്നു. അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മള് അരപ്പ് വെന്തു. അരപ്പിലേക്ക് മോര് ഈ മിക്സിയിലേക്ക് തന്നെ തൈര് ഉടച്ചതങ്ങ് ചേർത്തതാ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അംശം അരപ്പിന്റെ ഒക്കെ അതിലേക്ക് ഇരുന്നോളൂല്ലോ. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. നോക്കിക്കോ. എനിക്ക് വേണേ മഷി പോലെ അരയണം. അത്രയും നന്നായിട്ടൊന്നും പക്ഷെ അരങ്ങില്ല മോനെ.
ഇച്ചിരി ഉണക്കത്തേങ്ങയായിരുന്നു. മഷി പച്ചത്തേങ്ങ പോലെ അരയണം എന്ന് പറയുമ്പോ ഒരു ഫീലാ, പ്രത്യേക ഫീലാ. അതെ, ഞാൻ എപ്പോഴും പറയും മഷി പോലെ അരയണം. ഇനി തിളയ്ക്കാൻ പാടില്ല അല്ലേ? ചൂടായാൽ മതി. തിളച്ച പിരിവെന്നാ പറയണേ. അത് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. ഉപ്പ് നോക്കണം. അപ്പം ഞാൻ ചേർത്തായിരുന്നു. വാസ്തവത്തിലേ അരയ്ക്കാൻ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർക്കേണ്ടതാണ്. നാളെ ഇച്ചിരി ഉലുവ വറുത്ത് പൊടിക്കാം കേട്ടോ. ഉലുവ തീർന്നു, അല്ല ഉലുവാപ്പൊടി തീർന്നു. നാളെ വറുത്ത് പൊടിക്കാം, ഓർത്തോളണം. ഉലുവാപ്പൊടി ചേർത്താലേ മോരുകറിക്കും ഉപ്പുണ്ട്. മോരുകറിക്കും മറ്റേ മീൻകറിക്കൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തായിരുന്നു മോരൊഴിക്കാൻ നേരത്തെ. ഞാൻ ഓൺ ചെയ്തൊന്ന് ചൂടായി കഴിയുമ്പോൾ മാറ്റി വെച്ചേച്ച് കടുക് വറക്കാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഗ്യാസ് തീർന്നോന്ന് ഓർത്തു. ഗ്യാസ് 15-ാം തീയതി കഴിഞ്ഞ മാസം ഗ്യാസ് വന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് തീരുള്ളൂ. ഇനിയിപ്പോൾ അതിലെടുത്തോണ്ട് വരാൻ കുഴപ്പമില്ല. ചേട്ടന്മാരോട് പറഞ്ഞാലും എടുത്തോണ്ട് തന്നോളും പണിയാൻ വരുമ്പോൾ. ചെറുതായിട്ടൊന്ന് തിളച്ചു വന്നപ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തിട്ടോ. കൂടുതൽ തിളക്കരുതെന്നാ പറയണേ. ഇപ്പൊ ഓഫ് ചെയ്തു. ഫ്ലെയിമൊന്നും ഇല്ല. ഫ്ലെയിമൊന്നുമില്ല. കടുക് പൊട്ടിക്കാനിട്ടു. കടുക് ഉലുവേട്ടോ. ഇത് പൊട്ടി തുടങ്ങുമ്പോ മുളകില്ല അല്ലേ? വറ്റൽമുളക് കുറച്ച് ഐഡി മേടിച്ചിട്ട് ഞാൻ ഈ തിങ്കളാഴ്ച എപ്പോഴും മേടിക്കാൻ പറയണം. അതപ്പം ഞായറല്ലേ. ചുവന്നുള്ളി വേപ്പിലേട്ടോ. ചേർക്കട്ടെ? സംഗതി കഴിഞ്ഞു. ഇനി ഈ ഫോമില് നീ എങ്ങനെയാന്ന് വെച്ചാൽ പടം എടുത്തോ. അത് കഴിഞ്ഞിട്ട് മക്കളിളക്കാട്ടോ. അധികം നേരം വെച്ചോണ്ടിരിക്കണ്ട. ഇളക്കട്ടെ? നീ കഴിഞ്ഞു കേട്ടോ. ഈ ഫോം കഴിഞ്ഞു. ഇളക്കുക. നീ 200 കുറവ് കേട്ടോ. 200 കുറവ് വെച്ചപടി ആയതുകൊണ്ട് ഒരെണ്ണം സ്പൂണിലെടുത്ത് പിടിക്കുവോ? വലിയ ഇതിലേക്ക് ഇത് പോകാൻ. കാരണം ഇത് പ്രശ്നം. അടിപൊളി. നല്ല ഒന്നാന്തരം ചന്ദ്രക്കാരൻ മാമ്പഴ പുളിശ്ശേരി. കുഞ്ഞു മാങ്ങയാണ്, കാമ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പുളിശ്ശേരി ഉണ്ടാക്കി കഴിയുമ്പോൾ മാങ്ങയിൽ നിന്നും പൾപ്പ് ഒരുപാട് ഇറങ്ങി പുളിശ്ശേരിയിലേക്ക് ലയിച്ച് ചേരാനായിട്ട് ഉണ്ടാകില്ല കേട്ടോ. പക്ഷേ ഇത് പഴമാങ്ങ ഉപ്പിലിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അസാധ്യ ഫ്ലേവറും ടേസ്റ്റും ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്, അതിനാണ് മാർക്ക് ശരിക്കും. അതാണ് ഈ ചന്ദ്രക്കാരൻ ഇത്രയും പ്രശസ്തമായെന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേക ഒരു വാസനയാണ് ഈ ചന്ദ്രക്കാരൻ മാങ്ങയ്ക്ക്. അതും ചെനക്കുത്തോടു കൂടി ചേർന്ന ഒരു നാട്ടുമാങ്ങയുടെ വാസന. ഓഫ്, ഒന്നും പറയണ്ട. അമ്മ അവിയലെടുത്തോ? അവിയലും വേണ്ട. അവിയൽ അങ്ങോട്ട് വെച്ച് എനിക്ക് ഈ 2 കറി മതി. അപ്പൊ ഓക്കെ. പിന്നെ നമുക്ക് കഴിക്കാൻ മണി 1:30 അല്ലേ? 1:35 കഴിക്കാം. എല്ലാവരും ഊണൊക്കെ കഴിച്ച് ഉച്ച ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുക. ഞങ്ങൾക്ക് 1-2 മഴ കിട്ടി, പക്ഷെ എന്നാലും നല്ല ചൂടാ. അതെ, ഓക്കെ. മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിയുള്ള ഊണിൻ്റെ ആ ഒരു വിശേഷം പിന്നെ പറയണ്ടല്ലോ. ഓഫ്, ഒന്നും പറയണ്ട. ആ ഒരു ഫ്ലേവർ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇത്തവണ മാമ്പഴ സീസൺ ആയി വരുന്നതേ ഉള്ളൂ. കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ്. നിങ്ങളെ കൊതിപ്പിക്കാൻ ആദ്യം തന്നെ ഇടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ചക്കപ്പഴമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞില്ലേ കൊതി വരണു എന്ന്. എല്ലാവർക്കും വേഗം കിട്ടട്ടെ കേട്ടോ. അതുപോലെ തന്നെ മാമ്പഴം ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. നേരത്തെ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഇതൊരു റൈറ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ ആയി വരണല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ശരിക്കും കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ചെയ്യാറില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത്ര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി കൂട്ടിയുള്ള ഊണ്.